നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യാമ്മ എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്കെന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഗത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന വാക്ക് മതി. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഗത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. നിക്ക്. ഈ മാല, ഈ വേഷം, ഇതിന്റെയൊക്കെ അർത്ഥം വിശദീകരിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി എല്ലാവരും. അല്ല ഭാമേ, അവർക്കത് പറയാനുള്ള സാവകാശം കൊടുക്ക്. അല്ല, കുട്ടികളെ തടഞ്ഞു നിർത്തണോ? രാഘവേട്ട, സത്യഭാമ മകന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ അല്ല, മകൻ തന്നെയാ. പത്മാവതി മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്ത വാക്കാ. അങ്ങനെ ഒരാൾ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറ്റണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അല്ല, അത് തൽക്കാലം ഇവിടെ തന്നെ നിന്നാ മതി. സത്യമേ, അത് വേണ്ട. എന്റെ കണ്ണിന് തകരാറൊന്നുമില്ലെങ്കിൽ ഈ നിൽക്കുന്നത് നിന്റെ അനിയത്തിയാണ് അല്ലേ? അതെ. എങ്കിൽ വിഷ്ണു സംസാരിക്കട്ടെ. അമ്മ, അത് വിചാരിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ടായി. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. നിർത്ത്. എന്താ ഇത്? കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. താൻ തന്നെ കെട്ടിക്കോളെ. ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ സത്യമേ തോന്നിയത്. എന്ന് പറഞ്ഞ നിനക്കിവിടെ ഇഷ്ടമല്ല. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുമല്ലോ എന്ന് ഓർത്ത് കല്യാണം കഴിച്ചതാണെന്ന് അർത്ഥം. എടാ, മറുപടി പറയടാ. അത് സത്യമേ, ഞാൻ അങ്ങനെയൊന്നും. നിനക്ക് ഇവിടെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതെ, ഇഷ്ടമാണ്. നിനക്കോ? ക്ഷമ, പ്ലീസ്. സത്യാമ്മയ്ക്ക് എന്താ അറിയണ്ടേ? വിവാഹത്തിന് മുൻപ് നിനക്ക് രോഹിത്തിനെ ഇഷ്ടമായിരുന്നോ എന്ന്.
ശ്യാമ, എന്താ നീ കാട്ടി? എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് തന്നെ പറയും. എന്താണ് ഇതൊക്കെ? കുറച്ച് പ്രശ്നങ്ങളുണ്ടച്ചാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം ക്ഷാമയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. മോളെ ശ്യാമേ, ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് നിർബന്ധിക്കുകയാണെന്ന് നിനക്ക് തോന്നരുത്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനി മനസ്സുകൊണ്ട് അതങ്ങ് അംഗീകരിക്കുക. ഭാമയ്ക്ക് മുമ്പിൽ നീ അങ്ങനെ പറയണ്ടായിരുന്നു. ശ്യാമേ, വാങ്ങിക്ക്. വാങ്ങു മോളെ. ശ്യാമേ, പ്ലീസ്. ശാലിനി, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്ക്. കരയ്ക്ക് മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.